തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം ഒരിക്കൽ കൂടി പങ്കുവയ്ക്കാൻ, നമുക്കത് കേൾക്കാൻ പരിശുദ്ധനായ ദൈവം തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്ത് കർത്താവിൻ്റെ വചനം കേൾപ്പാൻ വേണ്ടി താല്പര്യത്തോടും പ്രതീക്ഷയോടും കൂടി കാത്തിരിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ആലോചന പങ്കുവയ്ക്കാൻ എനിക്ക് ദൈവമായ കർത്താവ് അവസരവും പ്രാപ്തിയും നൽകുകയും അത് കേൾക്കാൻ ആവലോടെ ഓരോ ദിവസവും ദൈവമായ കർത്താവ് ഇടവരുത്തുകയും ചെയ്യുന്ന ദൈവികമായിരിക്കുന്ന വിശ്വസ്തതയ്ക്ക് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളോട് കർത്താവിൻ്റെ വചനം പറയാൻ ഞാൻ ഒരുങ്ങുകയാണ്. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 20-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്നാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. 20-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 20 അതിൻ്റെ 8-ാമത് വാക്യം. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു. അവരും ഞങ്ങളും, കുനിഞ്ഞ് വീണുപോയവരും എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നവരും. വേദപുസ്തകം ആദിയോടന്തം പരിശോധിച്ചാൽ എപ്പോഴും ഇങ്ങനെ രണ്ട് കൂട്ടരെ വേദപുസ്തകം എടുത്തു കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പല വാക്കുകൾ കൊണ്ട് നമുക്കത് ബോധ്യപ്പെടും. രക്ഷിക്കപ്പെടുന്നവർ, നശിച്ചു പോകുന്നവർ, ദൈവത്തെ കോപിപ്പിക്കുന്നവർ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ, സ്വർഗത്തിൽ പോകുന്നവർ, നിത്യനാശത്തിലേക്ക് പോകുന്നവർ. ഇങ്ങനെ രണ്ട് കൂട്ടരെ വേദപുസ്തകം ആദിയോടന്തം കാണാൻ കഴിയുന്നു. അതെവിടെ നിന്നാണ്? കായീനും ഹാബേലും, ഹവ്വമാരുടെ ദമ്പതികൾ, ആ ദമ്പതികളുടെ മക്കളായി പിറന്ന കായീൻ ഹാബേൽ, അവിടെ മുതൽ രണ്ട് വഴിത്താരകൾ ഉണ്ടാകുകയാണ്. ആ സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടല്ലോ. ഒന്ന്, ദൈവകോപത്തിനിരയായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ജനറേഷൻ, അതിൻ്റെ പിന്തുടർച്ചക്കാർ. അതിനർത്ഥം കായിൻ്റെ പിള്ളേരെല്ലാവരും നശിച്ചുപോയി എന്നുള്ളതല്ല, ആ വഴി നിങ്ങളെ ബോധിപ്പിക്കുകയാണ്. ഹാബേൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കുകയും ആ ഒരു നിലവാരം. എല്ലാ കാലത്തും ഇതുപോലെ രണ്ട് ക്യൂ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിൽ കാണും. ഒന്ന്, നാശത്തിലേക്ക് പിന്മാറുന്നവർ. രണ്ട്, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവർ. ഇങ്ങനെ എപ്പോഴും കാണും ദൈവമക്കളെ. ഈ കാര്യം നമ്മൾ വളരെ സുതാര്യമായി ചിന്തിക്കുന്നത് ഏറെ നല്ലതാണ്. നമ്മൾ ഏത് ക്യൂവിലാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ ക്യൂവിലാണോ, അതെയോ നശിച്ചു പോകുന്നവരുടെ ക്യൂവിലാണോ? രക്ഷിക്കപ്പെട്ടവരുടെ ക്യൂവിലാണോ, നശിച്ചു പോകുന്നവരുടെ ക്യൂവിലാണോ? ആത്മാവിലും സത്യത്തിലും ഏകസത്യ ദൈവമായ മഹാദൈവത്തെ ആരാധിക്കുന്നവരുടെ ക്യൂവിലാണോ, അതെയോ ബഹുദൈവങ്ങളെ സേവിക്കുകയും കണ്ട കല്ലും മണ്ണും ഒക്കെ ദൈവമാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും മനുഷ്യൻ ദൈവമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവരോട് പ്രാർത്ഥിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകളും നേർച്ചകളും കഴിച്ച് മുന്നേറുകയും ചെയ്യുന്നൊരു വലിയ ക്യൂ ഉണ്ട്, അതിൻ്റെ കൂടെയാണോ? ഈ പരിശോധന എല്ലാ നാളിലും നമുക്ക് ആവശ്യമാണ്. വിശ്വസിക്കുന്നവരുടെ ക്യൂവും അവിശ്വസിക്കുന്നവരുടെ ക്യൂവും, ഇത് രണ്ടും ഈ ലോകത്തിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ഭാഷ പറയുകയാണ്. നാം ഇതിൽ ഏത് ക്യൂവിലാണോ നിൽക്കുന്നത്, അവിടെയാണ് നമ്മൾ ചെന്ന് അവസാനിക്കത്തുള്ളൂ. ഏത് പാരമ്പര്യമാണോ പിന്തുടരുന്നത്, അവിടെ അതിൻ്റെ അവസാനം അതായിരിക്കും. ഇവിടെ ഇതാ ഈ വാക്യത്തിനകത്ത് കുനിഞ്ഞ് വീണുപോയവരുടെ ഒരു വലിയ ക്യൂ, എന്നാൽ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നവരുടെ മറ്റൊരു ക്യൂ. ഒരു സംഘം കുനിഞ്ഞു വീണു പോയപ്പോൾ മറ്റൊരു സംഘം എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏതിൻ്റെ അടിസ്ഥാനത്തിലായി കുനിഞ്ഞ് വീണു പോയത്? കുറേ പേര്, ചിലരുടെ തലയിലെഴുത്ത് അങ്ങനെയാണ്, ചിലരുടെ വിധി എങ്ങനെയാണ്, അതുകൊണ്ട് അവർ വീഴുന്നു. ചിലർ ഭാഗ്യവാന്മാരാണ്, അവരെഴുന്നേൽക്കുന്നു. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു നീതി അതിനകത്തില്ലല്ലോ. ഇതിനൊരു നീതിമാനായ ദൈവം പ്രപഞ്ചത്തിൻ്റെ പുറകിൽ, മനുഷ്യവർഗത്തിൻ്റെ പുറകിലില്ലേ? ചിലരൊക്കെ ഭാഗ്യമുള്ളവൻ ഒക്കെ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു, ഭാഗ്യമുള്ളവരുടെ പിള്ളേരൊക്കെ എഴുന്നേറ്റ് നിവർന്നു.
ഗതികെട്ടവൻ്റെയൊക്കെ പിള്ളേർ കുനിഞ്ഞ് വീണുപോയി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുനിഞ്ഞ് വീണുപോയത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നത്? ഇതൊന്ന് മനസ്സിലാക്കാൻ ഇന്ന് ദൈവമായ കർത്താവ് കൃപ തരേണ്ടതിന് ഒരിച്ചിരോടെ സ്തോത്രം ചെയ്തും പ്രാർത്ഥിച്ചും ബാക്കിയുള്ള ഭാഗം കേൾക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കും. ആ വാക്യത്തിൽ തന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണുപോയത് എന്ന് നമുക്ക് പിടികിട്ടിയല്ല, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നത് എന്നും പിടികിട്ടിയല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ തൊട്ടുമോടിലെ 7-ാം വാക്യം അവിടെ ശ്രദ്ധിച്ചെങ്കിലേ നമുക്ക് 8-ാം വാക്യത്തിൻ്റെ പൊരുൾ മനസ്സിലാകുകയുള്ളൂ. 7-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ആ വാക്യത്തിലാണ് ചിലരും ഞങ്ങളും എന്ന 2 ഗ്രൂപ്പിനെ കാണുന്നത്. ചിലർ അവരാണ് കുനിഞ്ഞു വീണുപോയത്, ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. അത്രയും കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. ഇനി അവരെന്ത് ചെയ്തു, ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഇത്രയും കൂടി പിടികിട്ടിയാൽ മതി. അവരെന്താ ചെയ്തത്? അവർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. രഥവും കുതിരയൊക്കെ പുരാതന കാലത്തെ ഒരു വലിയ ഒരു സമ്പത്തിൻ്റെയും കരുത്തിൻ്റെയും ശക്തിയുടെയും ഒക്കെ ഒരു സിമ്പലാണ്, ഒരു നിഴലാണ്. അപ്പോൾ ഇവിടെ ആശ്രയിക്കാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ട്, മുഖാന്തരങ്ങളുണ്ട്. ബാങ്ക്, പലിശക്കാർ, പിന്നെ എന്താ പറയുക, സഹോദരങ്ങൾ, കഴിവുള്ളവർ, രാഷ്ട്രീയക്കാർ, കുടുംബ ബന്ധങ്ങൾ, സമൂഹങ്ങൾ, ആതുര സേവന സംഘടനകൾ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവർ, സർക്കാർ തലത്തിൽ ആനുകൂല്യങ്ങൾ എന്ന് വേണ്ട ഒരുപാട് 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 ആശ്രയിക്കാൻ ഈ ലോകത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ടെന്നേ. ഇതൊക്കെ കുത്തിപ്പിഴിയാൻ വേണ്ടി മാത്രമായിരിക്കുകയില്ല, മനുഷ്യൻ രക്ഷപ്പെടട്ടെ എന്ന് ഓർത്തുകൊണ്ടൊക്കെ തന്നെയാണ്. അവനവൻ്റെ ബിസിനസ് ലാക്കൊക്കെ അതിനകത്ത് കണ്ടേക്കാം. പരസ്യം കാണുമ്പോഴൊക്കെ നമ്മൾ ഓർക്കും നമ്മളെ പൂർണ്ണമായി സഹായിക്കാനാണ്, എന്നാൽ അതിൻ്റെ പുറകിലൊക്കെ അവർക്ക് അജണ്ട കണ്ടേക്കാം. എന്നാലും ഈ വാക്യത്തെ ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ പൊതുവിൽ ഒരുപാട് വളഞ്ഞു ചുറ്റാതെ പറയുവാണെങ്കിൽ ആശ്രയിക്കാൻ ഒത്തിരി കാര്യങ്ങൾ കണ്ടേക്കാം. ഓടിപ്പോയി പറമ്പിൻ്റെ ആധാരം കൊണ്ട് കരടച്ച രസീതും കൊണ്ടൊരു ബാങ്കിലേക്ക് ചെന്നാൽ ആശ്രയിക്കാം ബാങ്കിനെ കൊച്ചിനെ പഠിപ്പിക്കാൻ വിടാൻ വേണ്ടി. പക്ഷേ ചിലപ്പോൾ നമ്മളത് ജപ്തിയായിട്ട് പ്രശ്നമായിട്ടൊക്കെ പോയി തീരുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു രാഷ്ട്രീയക്കാരനെ പോയി ആശ്രയിക്കാം, ഒത്തിരി സഹായിക്കുന്ന രാഷ്ട്രീയക്കാരൊക്കെ ഇവിടെയുണ്ട്. എന്താവട്ടെ, ഇവിടെ എഴുതിയിരിക്കുന്നത് ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, അവരെയാണ് അവർ കുനിഞ്ഞു വീണുപോയി എന്നെഴുതിയിരിക്കുന്നത്. രഥങ്ങളിലും കുതിരകളിലും മാനുഷികമായ കരുത്തിലും ശക്തിയിലും മനുഷ്യൻ കണ്ടുപിടിച്ച സ്ഥാപനങ്ങളിലൊക്കെ ആശ്രയിച്ചവർ, അങ്ങനെ എല്ലാവരും കുനിഞ്ഞു വീണുപോയി, അങ്ങനെയാണ് ഇതൊക്കെ അടച്ചുപൂട്ടി പോകണ്ടല്ലോ ചോദിക്കും. ആ ഒരു വ്യവസ്ഥാപിതമായിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ സ്ഥാപനങ്ങളെ അല്ല ലക്ഷ്യമാക്കുന്നത്. അങ്ങനെ ഒരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ട്. ആ വ്യവസ്ഥിതിയിൽ പിടിച്ചു കയറാൻ നോക്കിയവരിൽ ഭൂരിപക്ഷവും ഞെരുക്കത്തിലും കഷ്ടത്തിലൊക്കെ ആവും. അത് കുനിഞ്ഞു, അതിപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ഇത്ര ഓർത്താൽ മതി. എല്ലാവരും കൂടി കെട്ടിത്തൂങ്ങിച്ചത്തോ തീവണ്ടിക്ക് തലവെച്ചോ എന്നുള്ളതല്ല. ഈ കടമൊക്കെ മേടിച്ച ആൾക്കാരോട് ചോദിച്ചാൽ അവർ മിക്കവാറും അവരുടെ വാക്ക് കേൾക്കുന്നത് എന്താ പറയുക, മേടിക്കുമ്പോൾ പോയി ആശ്രയിക്കുമ്പോൾ എങ്ങനെയെങ്കിലും പോയി കാല് പിടിച്ച് കൈ പിടിച്ച് ആശ്രയിക്കും. 3-4 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചടയ്ക്കുന്ന ബുക്കിനകത്തേക്ക് നോക്കിയിട്ട് ഇവർ തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. എന്നാണെന്നറിയാമോ? അയ്യോ, ഇത്രയും പൈസ അടച്ചിട്ട് മുഴുവൻ പലിശയ്ക്കകത്തേക്കാണ് പോയത്, ഇതുവരെ മുതലിലേക്ക് ആകപ്പാടെ 50,000 രൂപ എന്നോളൂ. എൻ്റെ ദൈവമേ, ഇത് എന്ന് തീരൂ? എൻ്റെ അർത്ഥം എന്താ? അവർ കുനിയാൻ തുടങ്ങി, വീഴാൻ തുടങ്ങി. മേടിച്ചപ്പോൾ സുഖമാണ്, ഇത് അടച്ചാലും തീരിയല്ലെന്നേ. അപ്പം പിന്നെ നമ്മളിനി എന്തോ ചെയ്യുന്നേ ഈ പറയുന്നേ? അതിന് തൊട്ടടുത്ത വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു എന്നല്ല വാക്യം. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിച്ചു എന്നാണ്. അവർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ചപ്പോൾ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു എന്ന് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന അങ്ങനെ. പക്ഷെ അങ്ങനെ അല്ല വാക്യം. വാക്യം എന്നാ? ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിച്ചു. കീർത്തിക്കുക എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക, പുകഴ്ത്തുക, ആരാധിക്കുക, മഹത്വപ്പെടുത്തുക, ദൈവത്തെ ഉയർത്തുക എന്നൊക്കെയല്ലേ കീർത്തിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. ആരാധനയുടെ മറ്റൊരു വകഭേദമല്ലേ വാക്ക്. അപ്പോൾ തത്വത്തിൽ അതിനെ നമുക്ക് ഇങ്ങനെ ക്രോഡീകരിച്ചൊരു കൺക്ലൂഷനിലെത്താൻ പറ്റുമോ?
ദൈവത്തെ ആരാധിക്കാതെ, ദൈവത്തെ വിശ്വസിക്കാതെ, ആരാധിക്കാൻ പോകേണ്ട സമയം പോലും ആശ്രയിക്കാൻ പോയി. ആരെ? വല്ലോരെ ആശ്രയിക്കാൻ. ഞാൻ കുറച്ചുകൂടെ അങ്ങ് തെളിച്ച് പറയാം. ആരാധിക്കേണ്ട ദിവസം നിനക്ക് കൊച്ചിന് ഫീസ് അടയ്ക്കാൻ വേണ്ടി 20,000 രൂപ തന്ന അമ്മാമ്മയുടെ വണ്ടി ഓടിക്കാൻ വേണ്ടി ഞായറാഴ്ച ആരാധിക്കുന്ന ദിവസം അവരെ ആശ്രയിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടുത്തെ ആരാധന പോയി. ഏതെങ്കിലും ഒരു ചെറിയ കാര്യം കൂട്ടുകാരൻ വിളിച്ചാൽ ഇന്നൊരു പഴിക്ക് വരുവാണെങ്കിൽ സാധാരണ കൂലി 1000 രൂപയാണ്, ഇന്ന് അവർ 1500 രൂപ തരുമെന്ന് പറഞ്ഞു. 1500 രൂപയിലും കൂട്ടുകാരനും ആശ്രയിച്ച് അങ്ങോട്ട് പോയി. ആരാധിക്കാൻ പറ്റാതെയായി. അപ്പോൾ ആശ്രയത്തേക്കാൾ വലുതാണ് ആരാധന, കീർത്തനം, കീർത്തിക്കൽ. ചിലർ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിച്ചു പോയി. അവർ പലരും കുനിഞ്ഞു വീണുപോയി. പ്രിയപ്പെട്ടവരെ, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ ആരാധിച്ചു, കീർത്തിച്ചു, ഉയർന്നു. എന്തൊക്കെ വന്നാലും ആരുടെ കാല് പിടിക്കാൻ പോയില്ല. അകത്തിരുന്നങ്ങ് കർത്താവിനെ പുകഴ്ത്തി. എൻ്റെ ദൈവം വിശ്വസ്തനാണ്, അവൻ എന്നെ കൈവിടില്ല, എന്നെ നാണം കെടുത്തത്തില്ല, എൻ്റെ ദൈവത്തെ പോലെ വലിയൊരു ദൈവമില്ല, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലെ യഹോശാഫാത്തിനെ പോലെ വേറൊരു രാജാവിൻ്റെ കാല് പിടിക്കാൻ പോകാതെ ഒരു പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് ദൈവത്തെ അങ്ങ് കീർത്തിക്കാൻ തുടങ്ങി. എന്താ ഉണ്ടായ റിസൾട്ട്? മറ്റുള്ളവരെ ആശ്രയിച്ച് സംഘടിത ശക്തിയായി വലിയ കൊടുവാളും കുലുക്കി വന്നവനൊക്കെ കുനിഞ്ഞു വീണു പോയപ്പോൾ ഉടയതമ്പുരാനെ ആത്മാവിൽ ആരാധിച്ച് മുന്നോട്ട് കയറിയവരെല്ലാം എഴുന്നേറ്റ് നിവർന്നു നിന്ന ചരിത്രമാണ് ഈ പുസ്തകത്തിൽ പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കാതെ, ദൈവത്തെ കീർത്തിക്കാതെ, ദൈവത്തെ മഹത്വപ്പെടുത്താതെ ആ സമയം കൂടി കവർന്നെടുത്ത് ആരാണ്ടെ ആശ്രയിച്ച് നടന്നാൽ, വല്ലോൻ്റെയും ചെരുപ്പ് തുടച്ച് നടന്നാൽ അവസാനം കുനിഞ്ഞ് വീണു പോകും. എന്നാൽ ദൈവത്തെ ആരാധിച്ചും കീർത്തിച്ചും നിന്നാൽ അവസാനം എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാം. ഏത് വേണമെന്ന് നിശ്ചയിക്കുക, തളരാതെ. ഈ സന്ദേശങ്ങളെല്ലാം നിങ്ങളെ ബലപ്പെടുത്താനാണ്, ശക്തീകരിക്കാനാണ്. ഉണരുക, തീരുമാനിക്കുക, ബോധവൽക്കരിക്കപ്പെടുക. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്ന പരിപാടി നിർത്തുക. ഇവിടെ നിന്ന് മേടിച്ച് അങ്ങോട്ട്, അവിടെ നിന്ന് മേടിച്ച് ഇങ്ങോട്ട്, പലിശയ്ക്ക് ഇങ്ങോട്ട്. എങ്ങനെ നിങ്ങൾ ആരാധിച്ചു തുടങ്ങുന്ന അപ്പോൾ പരിഹാരകൻ ദൈവമല്ലേ? ഈ തിരിമറികൾ നിർത്ത്, ആരാധനയിലേക്ക് കിടക്ക്. കുനിഞ്ഞ് വീണു പോകുന്നവരുടെ കൂടെ പോകാതെ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നവരുടെ ഗണത്തിലേക്ക് വാ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, 2 കൂട്ടർ ലോകത്തിലുണ്ട്. അവരെ ഞങ്ങൾക്ക് വരച്ച് കാട്ടി തന്നല്ലോ നാഥാ. ഞങ്ങളത് തന്നെ വിശ്വസിക്കുന്നു. അങ്ങേ ആരാധിച്ച് സൗഖ്യവും വിടുതലൊക്കെ ആരാധനയ്ക്കകത്തുണ്ട്, സമാധാനവും സന്തോഷമൊക്കെ ഉണ്ട്. ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്നവർക്കൊരു നിശ്ചയദാർഢ്യം കൊടുക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.